സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. വളരെ നല്ലത്. ഒരുപാട് വേദപുസ്തകങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് അതൊന്ന് ഉയർത്തി കാണിച്ച് അത് കാണുന്നതിന് വളരെ സന്തോഷവും അനുഗ്രഹമുള്ള കാര്യമാണ്. വിശുദ്ധ പുസ്തകം, വിശുദ്ധ പുസ്തകം, ഇവിടെ നിന്നു ധ്യാനിച്ചാലും സഹായം കിട്ടും. എന്തു കഷ്ടം വന്നാലും ദുഃഖമേറിയെന്നാലും മറന്നിടാതെ വായിക്കൂ വിശുദ്ധ പുസ്തകം, വിശുദ്ധ പുസ്തകം, വിശുദ്ധ പുസ്തകം, ഇവിടെ നിന്നു ധ്യാനിച്ചാലും സഹായം കിട്ടും. എന്തു കഷ്ടം വന്നാലും ദുഃഖമേറിയെന്നാലും മറന്നിടാതെ വായിക്കൂ വിശുദ്ധ പുസ്തകം. നിങ്ങളുടെ വേദപുസ്തകം നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക. എന്നോടൊപ്പം ചേർന്ന് ഇത് പറയുക: ഇതെന്റെ ദൈവത്തിന്റെ വചനം, ഇതെന്നെ ആശ്വസിപ്പിക്കുന്നു, ഇതെന്നോട് സംസാരിക്കുന്നു, ഇതെന്നെ ബലപ്പെടുത്തുന്നു, എൻ്റെ വിശ്വാസത്തെ ഇത് വർദ്ധിപ്പിക്കുന്നു, എൻ്റെ ഹൃദയത്തിന് ഇത് സന്തോഷം നൽകുന്നു, എൻ്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങളെ ചെയ്യുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ സങ്കേതമാകുന്നു. എന്റെ വായ്ക്കത് തേനിനേക്കാൾ മധുരമാകുന്നു. എന്റെ ദൈവത്തിന്റെ വചനം കണ്ണാടി പോലെയാകുന്നു. എന്റെ ദൈവത്തിന്റെ വചനം മഞ്ഞു പോലെയാകുന്നു. എന്റെ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാകുന്നു. എന്റെ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യത്തെയും ശുദ്ധീകരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനത് അനുദിനവും വായിക്കും. വചനപ്രകാരം ഞാൻ ജീവിക്കും. ദൈവവചനം ഞാൻ ധ്യാനിക്കും. എന്റെ യേശുവിന്റെ വചനം എന്റെ ജീവന്റെ ഉറവാകുന്നു. എന്റെ യേശുവിന്റെ വചനപ്രകാരം ഞാൻ ജീവിക്കും. ശരി, നിങ്ങളുടെ ബൈബിളിനൊരു ഉമ്മ കൊടുക്കൂ. നെഞ്ചിലേക്ക് ചേർക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇരിക്കൂ. ബൈബിളിൽ 66 പുസ്തകങ്ങൾ ഉണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ ഉണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. മൊത്തം 66 പുസ്തകങ്ങൾ. 40 എഴുത്തുകാർ 1600 വർഷങ്ങളെടുത്ത് 3 വ്യത്യസ്തമായ ഭാഷകളിൽ എഴുതുവാനിടയായി. എന്നാൽ അവർ റൗണ്ട് ടേബിളിന്റെ ചുറ്റും ഇരുന്നല്ല ആ വചനം എഴുതിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ നടത്തിയതുകൊണ്ട് ആ ബൈബിളിലുള്ള സാരാംശം എല്ലാം ഒന്നു തന്നെയാണ്. ബൈബിളിനെ ഞെക്കിപ്പിഴിഞ്ഞാൽ ഒരു രസം കിട്ടും. അത് എന്താണെന്ന് അറിയാമോ? സ്നേഹം. ബൈബിളിന്റെ സാരാംശം എന്താണ്? സ്നേഹം. യേശുക്രിസ്തു 10 കൽപ്പനകളെ 2ആക്കി മാറ്റി. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്നേഹമില്ലാതെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കഴിയില്ല. ദൂതന്മാരുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചാലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, എൻ്റെ സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്താലും, എനിക്ക് സ്നേഹമില്ലാത്തവനാണെങ്കിൽ ഞാൻ പ്രയോജനമില്ലാത്തവനാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മക്കളായിരിക്കും നാം സ്നേഹത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ശത്രുക്കളെ ജയിക്കുന്നതിന് വേണ്ടിയും സ്നേഹം നമ്മുടെ ആയുധമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. പഴയ നിയമത്തിലുള്ളതായ സംഭവങ്ങളിൽ എല്ലാത്തിലും തന്നെ വളരെ ആത്മീയ സത്യങ്ങൾ കാണുവാൻ കഴിയും. പഴയ നിയമം നിഴലായിരിക്കുന്നു, പുതിയ നിയമം അതിന്റെ പൂർത്തീകരണം ആകുന്നു. പഴയ നിയമം നീക്കിക്കളയുവാനല്ല കർത്താവ് വന്നത്, അത് നിവർത്തിക്കുവാൻ ആയിരുന്നു. പഴയ നിയമവും നിങ്ങൾ വായിക്കുക, പുതിയ നിയമവും നിങ്ങൾ വായിക്കൂ. ഒരാൾ പറഞ്ഞു, പഴയ നിയമം ചോറാണ്, പുതിയ നിയമം കറിയാകുന്നുവെന്ന്. രണ്ടും ഒരുമിച്ച് കഴിച്ചെങ്കിലേ സമീകൃതാഹാരമാകൂ. പഴയ നിയമം മാത്രം വായിച്ചാൽ, ചോറ് മാത്രം കഴിച്ചാൽ ക്ഷീണിച്ചു പോകും. കറി മാത്രം തിന്നാൽ വയറിളക്കമുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? രണ്ടും ഒരുമിച്ച് നാം വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പഴയ പുതിയ നിയമ പുസ്തകങ്ങൾ ഒരുമിച്ച് നാം പഠിക്കണമെന്ന് പറയുന്നത്. ഇന്ന് അനേകം ദൈവദാസന്മാർ പഴയ നിയമ പുസ്തകം പ്രസംഗിക്കുന്നതിൽ മടി കാണിക്കുന്നുണ്ട്. പുതിയ നിയമം മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. നല്ലത്. കർത്താവിന്റെ വരവിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ക്രൂശിലെ മരണവും അവന്റെ പുനരുദ്ധാനവുമെല്ലാം പഴയ നിയമത്തിലും പറയുന്നുണ്ട്. 66 പുസ്തകങ്ങളിലും യേശുക്രിസ്തു ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായി ജീവിക്കുന്ന ദൈവമാണ്. ആദിയും ഞാനാണ്, അന്തവും ഞാനാണെന്ന് പറഞ്ഞവൻ. ഇവിടെ എലീശ പ്രവാചകന്റെ അടുത്ത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പറയുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചു പോകുകയുണ്ടായി. ഇപ്പോൾ കടക്കാർ വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു എന്ന് പരാതിപ്പെടുന്നു. അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം നല്ല ശിഷ്യനാണ്. പിന്നെ എന്തുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് മരിച്ചു പോകാനിടയായത്? അയാളുടെ ഭാര്യ വിധവയായി മാറി. അവരുടെ മക്കൾക്ക് ആശ്രയമില്ലാത്തവരായി മാറി. അയാൾ കടം മേടിച്ചത് കാരണം കടക്കാർ വന്നിട്ടിപ്പോൾ
മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങുന്നു. ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കൂ, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ശേഷം നമ്മിൽ അനേകം ആളുകൾ ദൈവത്തെ മറന്നുപോകുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശേഷം ദൈവത്തെ നാം മറന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പര്യവസാനം വളരെ ഭീകരകരം ആയിരിക്കും. ദൈവം ചെയ്ത കൃപ നാം മറന്നു പോകുമ്പോൾ, ദൈവം ചെയ്ത നന്മ നാം മറന്നു പോകുമ്പോൾ, ദൈവം കാണിച്ച അനുഗ്രഹങ്ങളെ നാം മറന്നു പോകുന്ന സമയത്ത്, ദൈവത്തിന് എതിരായിട്ട് നാം ജീവിക്കുന്ന സമയത്ത് നശിച്ചു പോകും. നമ്മുടെ ജീവിതത്തിനും അതുപോലെ നമ്മുടെ വീട്ടുകാർക്കും നാം ശാപമായി തീരാനിടയാകും. അനേക സന്ദർഭങ്ങളിലും ഇതുപോലുള്ള സഭകളിൽ വരുന്ന ആളുകൾ 99% പ്രയാസത്തിലുള്ളവർ, ബുദ്ധിമുട്ടിലുള്ളവർ, കടത്തിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, പ്രശ്നങ്ങളിലായിരിക്കുന്നവർ, പ്രതികൂലത്തിലായിരിക്കുന്നവരായിരിക്കും വരുന്നത്. എന്താണ് കർത്താവേ, ആരും എൻ്റെ ജീവിതത്തിൽ നല്ലതാണെന്ന് പറയുന്നവരില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നവരില്ല. അതായത് നീ ആരെയും അനുഗ്രഹിക്കുന്നില്ലേ, ആർക്കും നീ രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നില്ലേ, ആരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചതായ സമയത്ത് എന്തുകൊണ്ടില്ല? അനേകം ആളുകൾ നന്മ പ്രാപിക്കുന്നുണ്ട്. 10 പേർ സൗഖ്യം പ്രാപിച്ചുവല്ലോ. 9 ആളുകൾ എവിടെ? 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യപ്പെടുത്താനിടയായി. എന്നാൽ ഒരുത്തനാണ് തിരിച്ചു വന്നത്, അതും ശമരിയക്കാരൻ, അന്യജാതിക്കാരൻ. ബാക്കിയുള്ള 9 പേർ തിരിച്ചു വന്നിട്ട് കർത്താവിന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ഈ കാലത്ത് അനേകരും ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ട ശേഷം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്നൊരു ചോദ്യം ചോദിക്കാം, വാസ്തവമായി നിങ്ങൾ പ്രതികരിക്കണം. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നവർ മാത്രം നിങ്ങളുടെ കൈകളെ ഉയർത്താമോ? എല്ലാ വ്യക്തികളും. ദൈവം അനുഗ്രഹിക്കാത്തവർ ആരും തന്നെ ഇല്ല. ശരി, ദൈവത്തിന് സ്തോത്രം. ഈ ദിവസം നന്മകളെ പ്രാപിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ടവർ മറന്നു പോകുന്നു. അന്ന് ഇസ്രായേലിയരോട് ദൈവം പറയുകയുണ്ടായി, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ചെന്ന ശേഷം നല്ല വീടുകൾ പണിതിട്ട് ആടുമാടുകൾ പെരുകി, നിനക്ക് ഒരുപാട് സ്വർണവും വെള്ളിയും എല്ലാം കിട്ടിയ ശേഷം നല്ല വീടുകൾ പണിതിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് നിഗളിച്ച് നിങ്ങളുടെ ദൈവത്തെ മറന്നു പോകുമോ എന്ന് നിങ്ങൾ സൂക്ഷിക്കുക. ഇന്ന് അനേകം ആളുകൾ, ദൈവത്തിന്റെ വേലക്കാർ, ദൈവത്തിന്റെ ശുശ്രൂഷക്കാർ, ഒരുപാട് കഷ്ടത അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ദൈവം എന്നെ പടിപടിയായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തി ദൈവം ഈ സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണം വരെ വിശ്വസ്തനായി നിൽക്കണം, അവസാന ശ്വാസം വരെ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കണം. എന്നാൽ ഇന്ന് അനേകം ആളുകൾ കടഭാരത്താൽ അകപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു. ഈ പ്രവാചകന്റെ ശിഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയുന്നില്ല, ഏത് കെണിയിൽ അകപ്പെട്ടെന്ന് അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാനിടയായി, വിശ്വാസമാർഗത്തെ ഉപേക്ഷിച്ചിട്ട് കടഭാരത്തിൽ അകപ്പെടാനിടയായി. ജാഗ്രത, കടം അപകടമാണ്. കടം അപകടമാണ്. ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ കടം കൊടുക്കും, എന്നാൽ കടം വാങ്ങില്ല. കടം വാങ്ങുന്നവൻ കടം നൽകിയവന്റെ ദാസനാകുന്നു. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയവരായതുകൊണ്ട് മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. ബൈബിളിലെ വചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ വില നൽകി വാങ്ങിച്ചവരാകിയാൽ നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാർ ആകരുത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ മതിയാവൂ. നിങ്ങൾക്ക് കടഭാരമുണ്ടെന്ന് പറയുന്നവരെല്ലാം തന്നെ കൈ ഉയർത്തിക്കാട്ടെ. നിങ്ങളുടെ കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് എവിടെയാണ് കടഭാരം? നിങ്ങളുടെ മാതാപിതാക്കളാണല്ലോ അതെല്ലാം തീർക്കുന്നത്. ചില ഭാര്യമാർ കൈ ഉയർത്തിക്കെട്ടില്ല, അയാളാണ് കടം വാങ്ങിച്ചത്, അയാൾ തീർക്കട്ടെ. എനിക്ക് സ്വർണം വാങ്ങാനാണ് കടം വാങ്ങിയത്, അതുകൊണ്ട് അയാൾ തന്നെ വീട്ടട്ടെ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഭർത്താവിൻ്റെയാണ് കടം. നിങ്ങളുടെ ഭർത്താവിൻ്റെ കടം നിങ്ങളുടേതാണ്, ഭാര്യയുടെ കടം നിങ്ങളുടേതാണ്. ഭർത്താവിൻ്റെ ദോഷം നിങ്ങളുടേതാണ്, ഭാര്യയുടെ ദോഷം നിങ്ങളുടേതാണ്. അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളുടേതാണ്, ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങളുടേതാണ്. നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞതല്ലേ, നിങ്ങളുടെ സകല സമ്പത്തിലും നന്മയിലും ഭാഗവാക്കാകണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലായ്മയിലും അവർ ഭാഗവാക്കാകേണ്ടതല്ലേ? ഒരിക്കലും ഭാര്യയും ഭർത്താവും വേർതിരിവ് കാണിക്കരുത്. ഭർത്താവിന്റെ ദോഷം നിങ്ങളുടേതാണ്, ഭാര്യയുടെ ദോഷം നിങ്ങളുടെ ദോഷമാണ്. രണ്ടുപേരും ചേർന്ന് അനുദപിക്കുക. നിങ്ങളുടെ കടഭാരങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഭർത്താവ് സമ്പാദിക്കുമ്പോൾ ഭാര്യ ആഡംബരം കാണിച്ചാൽ കടമല്ലാതെ എന്താണ് ഉണ്ടാകുന്നത്? ഭാര്യ സമ്പാദിക്കുമ്പോൾ ഭർത്താവ് ആഡംബരം കാണിച്ചാൽ ഭവനത്തിൽ കടമല്ലാതെ എന്തുണ്ടാകും? ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത്, തോന്നുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നത്, കടം വാങ്ങി സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇന്നൊരു ആചാരമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര കടമുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ ഇന്ന് രാത്രി ദൈവം കടത്തെക്കുറിച്ച് പറയാനാണ് എന്നോട് സംസാരിക്കുന്നത്. കടഭാരത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നാം വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വാസമുള്ളവൻ കടം വാങ്ങില്ല. എന്ത് തിന്നുമെന്ന് കുടിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കരുത്. ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിനെല്ലാത്തിനെയും ദൈവം പോറ്റുന്നു. ആകാശത്തിലെ പക്ഷികളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരായവർ അല്ലേ എന്ന് കർത്താവ് പറഞ്ഞു. ഈ ശിഷ്യൻ എന്തിനു വേണ്ടിയാണ് കടം വാങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുന്ന കടം
ഈ ദിവസങ്ങളിൽ ആളുകൾ വാങ്ങിക്കൂട്ടുന്നത് സാധാരണമായിരിക്കുന്നു. പണ്ടുള്ളവർ പറയാറുണ്ട്, കടം വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിക്കുമെന്ന്, കടം വാങ്ങിയിട്ട് കഞ്ഞി കുടിക്കുമെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മദ്രാസിൽ. അവൻ പറയും, കടം വാങ്ങിയാലും നല്ല കള്ള് കുടിക്കണം, കടം വാങ്ങിയാലും നല്ല കള്ള് കുടിക്കണമെന്ന്. നോക്കൂ, ഈ കള്ള് വാങ്ങുന്നവർ ആരും തന്നെ കടമായിട്ട് കള്ള് കുടിക്കുകയില്ല. ചത്തെന്ന് പറഞ്ഞാലും ഷാപ്പുകാരൻ കടം കൊടുക്കില്ല. കാരണം ഇവന്റെ കാര്യം അവർക്കറിയാം. എന്തുകൊണ്ടാണ്? പണം കൊടുത്താൽ മാത്രമേ അവർ ബോട്ടിൽ കൊടുക്കൂ. അതുകൊണ്ട് എല്ലാവരോടും കടം മേടിക്കും. നാട് മുഴുവൻ നടന്ന് എല്ലാവരോടും കടം വാങ്ങും. ഏതെങ്കിലും ഒരു കൂട്ടുകാരനെതിരെ വരികയാണെന്ന് വിചാരിച്ചോ, ഇയാളെ കണ്ടിട്ട് ഓടിപ്പോകും. എന്തുകൊണ്ടെന്നാൽ കടം വാങ്ങാൻ വേണ്ടി വരികയാണല്ലോ, പൈസ വാങ്ങാൻ വേണ്ടി വരികയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുടിച്ച് കടം വാങ്ങിയിട്ട് വീടിനെ നശിപ്പിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ കടം വാങ്ങിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ദുശ്ശീലങ്ങൾക്ക് വേണ്ടിയായിരിക്കുമോ നിങ്ങൾ കടം വാങ്ങിയത്. ചില സമയത്ത് അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ, 1 രൂപ തന്നിട്ട് ഫ്രിഡ്ജ് വീട്ടിലേക്ക് കൊണ്ടുപോകൂ, AC കൊണ്ടുപോകൂ, ഗ്രൈൻഡർ വീട്ടിലോട്ട് കൊണ്ടുപോകൂ. എങ്കിൽ 1 രൂപയ്ക്ക് ഇത് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കൂ. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് എല്ലാ മാസവും പലിശയോടുകൂടി നാം വാങ്ങിച്ച സാധനത്തിന്റെ തുക തിരിച്ച് അടയ്ക്കേണ്ടതാകുന്നു. ആ പണം അടയ്ക്കുവാൻ കഴിയാതെ കടം കൂടിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, വഞ്ചന കാണിക്കുന്നു, കള്ളം പറയുന്നു. പണം വളരെ അപകടകരമായിരിക്കുന്നു. പണത്തിന് വേണ്ടി നിങ്ങൾ ഓടരുത്. പണം നല്ല ഒരു സേവകനാണ്, എന്നാൽ അവൻ ചീത്ത യജമാനനാണ്. അവന് നീ അധികാരം കൊടുത്താൽ നിന്റെ തലയ്ക്ക് പിടിച്ചവൻ കറക്കും. പണത്തിന്റെ വിഷയത്തിൽ കൊല്ലുവാനും ആരും മടി കാണിക്കുകയില്ല. ആ പണത്തിനു വേണ്ടി മനസ്സാക്ഷിയെ മനുഷ്യൻ മരവിപ്പിക്കുന്നു. ആ പണത്തിനു വേണ്ടി എത്രയോ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, കടം വാങ്ങരുത്. കടം വാങ്ങില്ല എന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ എന്തിനു കടം വാങ്ങിയെന്നറിയില്ല. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നാളേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഇന്ന് തന്നെ വാങ്ങിച്ചു വെക്കുന്നവൻ കടം വാങ്ങുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പ്രശ്നം അതാണ്. അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ആ കടം തീർക്കുവാൻ കഴിയാതെ, പണം അടയ്ക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നത് ഈ ലോകത്തിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. കടം വാങ്ങുന്നവൻ അവിശ്വാസി. ദയവിച്ചത് തലകളെ വണക്കൂ, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം കാരണം അനുഗ്രഹത്തെ നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാപം കാരണം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെച്ചിരിക്കുന്നു. കഷ്ടങ്ങൾ വന്നിരിക്കുന്നു. ആകസ്മിക മരണങ്ങൾ നാം വരുത്തിവെച്ചിരിക്കുന്നു. ശാപം നമ്മളിലേക്ക് വന്നു. തീരാ രോഗങ്ങൾ നമുക്ക് വന്നു. പലതരത്തിലുള്ള വ്യാധികൾ കൊണ്ട് നമ്മുടെ സമ്പാദ്യമെല്ലാം രോഗത്തിന് വേണ്ടി കൊടുക്കുവാൻ തികയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹം ഇല്ല ദൈവമേ. എന്റെ യൗവനക്കാരനായ മകൻ മരിച്ചുപോയി, എന്റെ യൗവനക്കാരത്തിയായ മകൾ മരിച്ചുപോയി. ആ വിഷമത്തിൽ നിന്ന് ഞങ്ങൾ കരകയറാൻ കഴിയുന്നില്ല. ഞങ്ങൾ ദുഃഖിതരായിരിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തോട് നിലവിളിക്കൂ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. വായു തുറന്ന് പ്രാർത്ഥിക്കുക. ഏതോ ഒരു ശാപം നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഏതോ ഒരു കുറവ് നിന്നിലുണ്ട്. ഏതോ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട്. ഈ രാത്രി ആ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ രാത്രി ആ കുറവ് നികത്തുവാൻ, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ട് ഇവിടെ നമുക്ക് കടന്നു പോകാം. വായു തുറന്ന് ദൈവത്തോട് ചോദിക്കൂ. നീ ചോദിച്ചാൽ ഞാൻ നൽകാമെന്ന് പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് ദൈവം പറഞ്ഞു. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമാളാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്കുണ്ട്. ദൈവത്തോട് പറയൂ, എന്റെ സങ്കടം ഇതാണ്, എന്റെ പ്രശ്നം ഇതാണ്, എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ല ദൈവമേ, എന്റെ വേലയിൽ അനുഗ്രഹം ഇല്ല കർത്താവേ, എന്റെ കുടുംബത്തിൽ അനുഗ്രഹം കാണുന്നില്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ല ദൈവമേ, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല കർത്താവേ. എന്നെ അനുഗ്രഹിക്കൂ യേശുവേ. എനിക്ക് യഥാർത്ഥമായ സമാധാനം നൽകണമേ, എനിക്ക് ശാശ്വതമായ അനുഗ്രഹം നൽകണമേ എന്ന് ദൈവത്തോട് വായു തുറന്ന് ചോദിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പിതാവായ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. പരിശുദ്ധ ദൈവമേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവമേ, നിനക്ക് നന്ദി. ചോദിക്കുമ്പോൾ നൽകുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമേ, നന്ദി. ഞങ്ങളുടെ വിഷമങ്ങളെ കണ്ടിട്ട് സഹിക്കാത്തവനെ നിനക്ക് നന്ദി കരേറ്റുന്നു. നിന്റെ കൃപകളെ ഞങ്ങളുടെ മേൽ പൊഴിക്കുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തുന്നവനെ നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ശാപങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവമേ, നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുറവുകളെ നികത്തി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവനായ കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഈ സമയത്ത് ആ കാൽവരി ക്രൂശിൽ കൂടി ഒഴുകിയ രക്തം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നീ ഒരു തവണ കൂടി ഒന്ന് ഒഴുക്കിയിട്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ രക്തത്താൽ കഴുകി നീതിമാന്മാരാക്കി മാറ്റണമേ ദൈവമേ. പഴയ ശാപം ഞങ്ങളിൽ കാണുവാനിടയാകാതെ, പഴയ സ്വഭാവം ഞങ്ങൾ വരുവാനിടയാകാതെ, പഴയ രീതിയിൽ ഞങ്ങൾ ജീവിക്കാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കഴിയുന്നവരെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകണമെന്ന്. നിന്റെ വരവ് താമസമെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അങ്ങയെ ഞങ്ങൾക്ക് വരവേൽക്കുവാൻ, അതിനുശേഷം അങ്ങയോടൊപ്പം സദാകാലവും അങ്ങയുടെ രാജ്യത്തിൽ ആയിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.
ആമേൻ. കൽവരി ദർശനം അത് നീസരിൻ ദർശനം ദൈവനീസത്തിൻ ദർശനം കൽവരി ദർശനം അത് നീസരിൻ ദർശനം ദൈവനീസത്തിൻ ദർശനം യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ